അലമീൻ. രമ്യ ഹരിദാസിന്റെ പ്രതികരണം വന്നപ്പോൾ അലമീൻ മറ്റാരുടെയോ പ്രതികരണം ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, സ്ക്രോളപ്പ് ചെയ്യുന്നത് ഞാനിവിടെ കണ്ടു. ഞങ്ങളിവിടെ അകത്ത് വേറെ സ്പെഷ്യൽ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അലമീനെ മോണിറ്റർ ചെയ്യാനായി. എന്തായി അവിടെ കാര്യങ്ങൾ? ഇപ്പോൾ നിൽക്കുന്നയിടത്ത് സ്ഥാനാർത്ഥികളൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോയെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തിരക്കുണ്ടോ? ഉച്ചയായപ്പോഴേക്ക് കുറച്ചൊന്ന് കുറഞ്ഞതെന്നാണ് രമ്യ പറയുന്നത്. സുജയ, ചിലയിടങ്ങളിൽ ഇപ്പോഴും തിരക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുള്ളൂർക്കരയിലെ ആറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 146, 144, 145, 146. അതിൽ 144 നമ്പർ ബൂത്തിൽ അത്യാവശ്യം നല്ല തിരക്ക് നമ്മൾ വന്ന സമയം മുതൽ തന്നെ ഉണ്ട്. അതായത് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടല്ല, ആളുകൾ നിരന്തരമായി വരുന്നു, അവർ വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ബൂത്തുകളിലും അതുപോലെ തന്നെ നമുക്ക് ആളുകളെ കാണാം. സുജയ, ഈ മണിക്കൂർ നമ്മൾ നോക്കുമ്പോൾ പല ബൂത്തുകളിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ മാത്രമല്ല പല ബൂത്തുകളിലും നമുക്കിപ്പോൾ കാണുന്നത് സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു സാന്നിധ്യമാണ് പലയിടങ്ങളിലും പ്രകടമാകുന്നത്. അതിന് കാരണം രാവിലെ ആദ്യ മണിക്കൂറിൽ പുരുഷന്മാർ വന്ന് വോട്ട് ചെയ്ത് അവർ ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രാവിലെ കണ്ടത്. രാവിലെ നമ്മൾ പ്രതികരണം നടത്തപ്പോൾ പല ആളുകളും പറഞ്ഞത് അങ്ങനെയാണ്, സാധാരണക്കാരായ ആളുകളാണ്, ദൈനംദിനം ഉപജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ആളുകളൊക്കെ തന്നെ രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി അവിടെ തൊഴിലിടങ്ങളിലേക്ക് പോയിട്ടുണ്ട്. സ്ത്രീകൾ വീട്ടുജോലിയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം സ്ത്രീകളും ഇപ്പോൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൂത്തിൽ മാത്രമല്ല പല ബൂത്തുകളിലും സമാനമായ രീതിയിൽ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം മറ്റിടങ്ങളിൽ ഈ പുരുഷന്മാരുടെ ഒരു സാന്നിധ്യം കൂടുതലായി പ്രകടമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വലിയ ഒരു വീറും വാശിയും ഈ പ്രചരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ചേലക്കരയിൽ നമ്മൾ കണ്ടതാണ്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട്, അതിന്റെ ഒരു സാമ്പിൾ ടെസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നണികളൊക്കെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണത്തിന്റെ കഴിഞ്ഞ ഒരു മാസ കാലയളവ് നമ്മൾ കാണുകയും ചെയ്തു. ആ പ്രചരണത്തിനൊടുവിൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിനും സമാനമായ ഒരു ഇടപെടൽ എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഉണ്ട്. ഇപ്പോൾ 1 മണി വരെയുള്ള സമയം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 44%, 1:15 വരെയുള്ള സമയം നോക്കുമ്പോൾ 44% പോളിംഗ്. ചേലക്കരയിലെ പല ബൂത്തുകളിലുമായുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് 44%. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂർ ഏതാണ്ട് പകുതിയോളം പോളിംഗ് ഇപ്പോൾ അടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശുഭകരമായ ഒരു സൂചനയാണ്. വലിയ ആവേശത്തോടു കൂടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. ഒരിടത്തും ചിലയിടങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ആദ്യത്തെ മണിക്കൂറുകളിൽ ചില തടസ്സങ്ങൾ നേരിട്ടതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല ചില ബൂത്തുകളിൽ ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട ചില കാലതാമസം ഉണ്ടായിരുന്നു. ഓപ്പൺ വോട്ടിനായിട്ട് നിരവധി ആളുകൾ ഒരേ സമയം വന്നതോടുകൂടി സാധാരണ ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം മുള്ളൂർക്കരയിൽ ഒരു പോളിംഗ് ബൂത്തിലുണ്ടായി. അവിടെ ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് അത് സാങ്കേതിക പ്രശ്നമൊന്നും ആയിരുന്നില്ല. ഈ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂട്ടത്തോടെ ഒരുമിച്ചെത്തിയതായിരുന്നു പ്രശ്നം. അതൊക്കെ പിന്നീട് പരിഹരിക്കുകയും ചെയ്തു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ഒരു കൂട്ടം സ്ത്രീകൾ വീണ്ടും ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്നിറങ്ങുകയാണ്. അങ്ങനെ വന്ന് പോകുന്നുണ്ട് ആളുകൾ, വോട്ട് രേഖപ്പെടുത്തി പോകുന്നുണ്ട്. കൃത്യമായ രേഖപ്പെടുത്തി പോകുന്നവർ ആർക്കൊപ്പമാണെന്ന് അറിയാൻ 23 വരെ കാത്തിരിക്കണം. ചേലക്കര മാറുമെന്ന പ്രതീക്ഷ രമ്യ ഹരിദാസ് പങ്കുവയ്ക്കുമ്പോൾ പിടിച്ചു നിർത്തും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് UR പ്രദീപും ഇടതുപക്ഷവും. ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുക എന്ന് K ബാലകൃഷ്ണൻ പറയുന്നു. NK സുധീർ DMK-ക്ക് വേണ്ടി രംഗത്തുമുണ്ട്. ചേലക്കര ഇത്തവണ മാറി ചിന്തിക്കുമോ? അതാണ് അറിയേണ്ടത്. ചേലക്കര